വന്ന് അവർക്ക് മാനേജ്മെന്റിന്റെ പ്രോപ്പർ പ്രതിനിധി കാണണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കത് പോരാ, അവർക്ക് അതിൽ മാനേജ്മെന്റ് ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആരെങ്കിലും കാണണം. സമിതിയെ നിയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ അന്വേഷണം തുടരുകയാണോ? അതിന്റെ അന്വേഷണം തുടരുകയാണ്. 6 പേരടങ്ങുന്ന റിപ്പോർട്ടായില്ല, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് അവർക്ക് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്പ്ലനേഷൻ കിട്ടുന്നു 5 days നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഷോക്കോസ്. നിലവിൽ ഈ പറയുന്ന റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പക്ഷേ എന്നിട്ട് എന്താണ് നടപടി എടുക്കാത്തത്? ഞാൻ ആക്ച്വലി അതിൻ്റെ ആൻസറിനെ പറ്റി പറഞ്ഞായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്ന ഡിസംബർ 8 ഓക്കെ, അതിന് മുമ്പാണ് പരാതി എല്ലാം കൊടുത്തിരുന്നത്. മുമ്പുള്ള കാര്യം കമന്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. പരാതി ഉണ്ടായിരുന്നു എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അത്തരം ഫയലുകളൊന്നും പരിശോധിച്ചിട്ടുണ്ടോ? ബാക്ക് ഫയൽസ് വന്ന സാഹചര്യത്തിൽ ഈ പരാതി വന്ന സമയത്ത് നമ്മളെല്ലാം ഇൻസ്പെക്ഷൻ, ഗോഹാസിന്റെ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻ, ആ ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ജോലികൾ ഇത്തിരി തിരക്കായിരുന്നു, നല്ല ജോലിയായിരുന്നു. അപ്പോൾ അതിലായിരുന്നു കോൺസെൻട്രേറ്റ്. താങ്കളുടെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല? പരാതിയെ കുറിച്ച് സംസാരിച്ചു. ഇതിന്റെ അന്ന് ആ ഒരു പരാതി വന്നതെന്ന് പറഞ്ഞാൽ മാഡം തന്ന പരാതിയുടെ പേരിലാണ്. അന്ന് നടന്ന ഡിസ്കഷൻ ആ പരാതി മേലായിരുന്നു. അതെ അതെ. 10-ാം തീയതി മാഡത്തിന്റെ പരാതിയുണ്ട്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്, അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാൻ മീൻസ് എന്റെ ഒരു ഇതാണ്, കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. അല്ല, അന്നേ ദിവസം കൊടുത്തിട്ടില്ലല്ലോ, 10-ാം തീയതി ആ പരാതി. അതെ, 10-ാം തീയതി പരാതി എഴുതി മാഡം തന്നെ. കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും രജിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിന്റെ ലോൺ എന്തോ എടുത്തു, അപ്പം കോൺസ്റ്റന്റായിട്ട് അടയ്ക്കണം, ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴും മാഡത്തിന്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിൻ്റെ പേര് ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും ഡെഫിനറ്റ്ലി. നാച്ചുറലി മാഡം പഠിപ്പിക്കുന്നതാണെല്ലാം ക്ലാസ് എടുക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ ഇതാണ് അടുത്ത ബന്ധമായിരുന്നു. അത് എനിക്കറിയില്ല. കോളേജല്ല, അത് മെഡിക്കൽ കോളേജാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റിൽ മെഡിക്കലും ഡെന്റലും ഉൾപ്പെടുന്നു. സാർ, അതിനുശേഷം നിതിൻ അവിടെ നിന്ന് വളരെ ഇറങ്ങിപ്പോയത് എന്നുള്ളത് നിതിൻ അങ്ങനെയല്ല. നിതിൻ അത് ചെയ്ത് അത് അവസാനം എനിക്ക് തോന്നുന്നു നിതിനും തോന്നിയില്ല. ഡെഫിനറ്റ്ലി അത് മാഡം ഇത്രയും പ്രൂഫ് കാണിക്കുന്നു. ഇതിന്റെ ഫോട്ടോയും സാധനവും എല്ലാം മൊബൈലിലുണ്ട്. മാഡത്തിന്റെ മൊബൈലില്ല. ഓക്കെ. പിന്നെ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മാഡത്തിന് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്തോ മെസ്സേജ് ഫുൾ OTP അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേംബറിൽ വെച്ച് സംസാരിച്ചു. അപ്പോൾ അവര് മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രെട്ടനിങ് ആണ്. ഇപ്പൊ അടയ്ക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അധ്യാപകരുടെ ഭാഗത്ത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന റാം അധ്യാപകൻ ആ സമയത്ത് ചേംബറിൽ ഉണ്ടായിരുന്നു? ഞങ്ങൾ ചേംബറിൽ ഉണ്ടായിരുന്നത് ഈ മാഡം, പിന്നെ മറ്റൊരു മാഡം ഉണ്ടായിരുന്നു അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ അത് ഈ സംഗീത മാഡാണോ? സംഗീത മാഡം. റാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആ 10-ാം തീയതി അതിന് മുൻപ് സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? എനിക്കൊരു ഇതിലും നമ്മൾ നോർമലി ഇപ്പൊ എന്ത് വന്നാലും അങ്ങനെ ഇത് വന്നാലും അത് രജിസ്റ്റർ ചെയ്യും. അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. ഈ പറയുന്ന പുറത്ത് വന്ന ഓഡിയോയിൽ പറയുന്നത് ഈ സ്റ്റാഫ് റൂം ഒരു പീഡന കേന്ദ്രമായിട്ടാണ്. ഒരു പുറത്ത് വന്ന ഓഡിയോ സാറും അത് കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് പറയുന്നത് സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഒരു പീഡനം നടക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളോ അത്തരം പരാതികളോ ഇല്ല? കുടുംബം പറയുന്നത് ഇത്തരത്തിൽ അധ്യാപികയുടെ നമ്പറിലേക്കാണ് ഇത്തരം സന്ദേശങ്ങൾ വന്നിരുന്നതെങ്കിൽ എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല? കുടുംബത്തെ ഇത്തരം ഒരു കാര്യവും കോളേജിൽ നിന്ന് അറിയിച്ചില്ല എന്നുള്ള കാര്യമാണ്. അല്ല, കുടുംബത്തെ കോളേജിൽ നിന്ന് അറിയിച്ചായിരുന്നു, വിളിച്ചായിരുന്നു, ഫോൺ ചെയ്തു. ഈ ഇൻസിഡൻസ് നടന്നപ്പോൾ കാഷ്വാലിറ്റി തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഫോൺ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഫോൺ ചെയ്തു. ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിന്റെ നമ്പേഴ്സും എല്ലാം പോലീസിന് കൊടുത്തിട്ടുണ്ട്. പിടിച്ചു വെച്ചതൊന്നുമല്ല. പുള്ളി അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പുള്ളി അത് ഫോണോട് വെച്ചു. നാച്ചുറലി ഇത്രയും ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഒരു ഇത് ക്വസ്റ്റ്യൻ അങ്ങനെ ഫോൺ എടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. പുള്ളി കുറച്ചു നേരം പുറത്ത് ഉണ്ടായിരുന്നു. പിടിച്ചൊന്നും വാങ്ങിയതല്ല. പുള്ളി കുറച്ചു നേരം പുറത്ത് നിന്നതിന് ശേഷം പ്രിൻസിപ്പൽ റൂമിന്റെ പുറത്തും കുറച്ചു നേരം വൈകാരികമായിട്ടാണോ, കരഞ്ഞാണോ കുട്ടി ഇറങ്ങിയത്? എങ്ങനെയാണ് സംസാരത്തിന് ശേഷം? അല്ല, സംസാരം പുള്ളി പറഞ്ഞില്ല ഞാൻ ലോൺ അടയ്ക്കും. കാരണം എല്ലാവരും നമ്മൾ ചോദിക്കുമല്ലോ എന്താണ് ഇഷ്യൂ ചോദിച്ചു. അപ്പൊ ചോദിച്ചു പുള്ളി പറഞ്ഞു അങ്ങനെയല്ല, എന്റെ പേരിലാണ്. പേര് പറഞ്ഞപ്പോൾ